നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥികളിൽ ധാരണയായി. വീണയിലൂടെ പാർട്ടിക്കേറ്റിരിക്കുന്ന ക്ഷതം കെ ശൈലജയിലൂടെ ഉണക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് CPM കരുക്കൾ നീക്കിയിരിക്കുന്നത്. ശൈലജ ടീച്ചറെ ഇത്തവണ മത്സരിക്കാനിറക്കിയാൽ പലതുണ്ട് പാർട്ടിക്ക് നേട്ടം. ഒന്ന്, മാസപ്പടിയുടെ ക്ഷീണം മാറ്റാം എന്നത് തന്നെ. രണ്ടാമത്തേത്, മോദി ഗ്യാരണ്ടിയായ വനിതാ സംഭരണത്തിനൊരു ബദൽ സംവിധാനമായി CPM ഇതിനെ കൊണ്ടുവരും. എന്തായാലും CPM ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തവണ മാറ്റി നിർത്തപ്പെട്ട ശൈലജ ടീച്ചർക്ക് ഒരവസരം നൽകിയിരിക്കുകയാണ്. പോളിറ്റ് ബ്യൂറോ അംഗം, MLA-മാർ, ജില്ലാ സെക്രട്ടറിമാർ, മുതിർന്ന നേതാക്കൾ അടക്കം പ്രമുഖർ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തവണ CPM മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. പരിചയസമ്പന്നരെ കളത്തിലിറക്കി പരമാവധി സീറ്റ് ഉറപ്പിക്കാനാണ് CPM-ന്റെ കരുനീക്കം. ഇതിന്റെ ഭാഗമായി CPM മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിൽ അതാത് ജില്ലകളിലെ കമ്മിറ്റികൾ CPM സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെച്ച് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് തയ്യാറാക്കിയ പട്ടികയിലെ പേരുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കൊല്ലത്ത് നടനും MLA-യുമായ മുകേഷാണ് മത്സരിക്കാൻ ധാരണയായിട്ടുള്ളത്. പത്തനംതിട്ടയിൽ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ തോമസ് ഐസക്, ആലപ്പുഴയിൽ സിറ്റിംഗ് MP-യായ AM ആരിഫ് എന്നിവർ മത്സരിക്കാനാണ് ധാരണയായത്. പാലക്കാട് വിജയരാഘവൻ മത്സരത്തിൽ രംഗത്തേക്ക് എത്തുമെന്നും സൂചന നൽകിയിട്ടുണ്ട്. ആലത്തൂർ രാധാകൃഷ്ണൻ മത്സരിക്കാനാണ് CPM സെക്രട്ടേറിയറ്റ് ധാരണയായത്. എന്നാൽ ഈ കാര്യത്തിൽ തീരുമാനം താൻ എടുത്തിട്ടില്ല എന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. കോഴിക്കോട് മുതിർന്ന നേതാവ് എളമരം കരീം മത്സരിക്കുമെന്ന് CPM സൂചന നൽകി. ജില്ലാ കമ്മിറ്റിയുടെ പാർട്ടിയിൽ എളമരം കരീമാണ് ഇടം പിടിച്ചിരിക്കുന്നത്. വടകരയിൽ മുൻ മന്ത്രിയായ കെ ശൈലജയെ മത്സരിപ്പിക്കാൻ CPM ധാരണയിലെത്തി. കണ്ണൂരിൽ MV ജയരാജനും കാസർഗോഡ് NV ബാലകൃഷ്ണനും പട്ടികയിൽ ഇടം നേടി. എറണാകുളം ചാലക്കുടി സീറ്റിൽ ധാരണ ഇതുവരെ ആയിട്ടില്ല എന്നാണ് CPM പറയുന്നത്. ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കാൻ യോഗം ചേരുമെന്നും സൂചനയുണ്ട്. ഈ സീറ്റുകളിൽ ഇന്ന് ധാരണയായേക്കുമെന്നാണ് അതിനാൽ CPM പറയുന്നത്. എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി CPM തയ്യാറായി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പട്ടികയിൽ നിന്നും മനസ്സിലാകേണ്ടത്. CPM 15, CPI 4, കേരള കോൺഗ്രസ് M 1 എന്നിങ്ങനെയാണ് LDF-ൽ മത്സരിക്കുന്ന കക്ഷികളുടെ സീറ്റുകളുടെ എണ്ണം. UDF വിട്ട് LDF-ലേക്ക് വന്ന കേരള കോൺഗ്രസിന് കഴിഞ്ഞ തവണ അവർ UDF-ലെ ടിക്കറ്റിൽ ജയിച്ച കോട്ടയം നൽകിയേക്കും എന്നും അറിയിച്ചിരുന്നു. CPM-ഉം CPI-യും കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ തന്നെ മത്സരിക്കുമെന്നായിരുന്നു ആദ്യം വന്നിരുന്ന റിപ്പോർട്ട്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാനത്ത് 2 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാൻ CPM സംസ്ഥാന സമിതിയുടെ തീരുമാനം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കെ ശൈലജയെ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതായി CPM റിപ്പോർട്ട് പുറത്തുവിട്ടത്. എന്തായാലും 2 തവണ അധികാരത്തിലേറി ഭരണം നടത്തിയ പിണറായി എഫക്റ്റ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്നതറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം.